കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണ്ട. ഭയന്നിരിക്കുകയാണ്. നമ്മളോട് കൃത്യമായി പറഞ്ഞതാണ്. റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈവ് ടിവിയിൽ പൊളിഞ്ഞു വീണു. വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അഭിലാഷ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് വാർത്ത വന്നു എന്നല്ലേ പറഞ്ഞത്? റിനി പറഞ്ഞത് വാർത്ത വന്നു എന്നല്ലേ? അഭിലാഷ് വാർത്ത ഫോളോ ചെയ്യൂലേ? മാതൃഭൂമി വാർത്ത ഫോളോ ചെയ്യൂലേ? റിനി പറഞ്ഞത് റിനിക്ക് അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഈശ്വർ, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് അഭിലാഷ് സർ, പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തു, ഞാൻ സംസാരിക്കാം. റിനി ഈ കാര്യത്തില് ഇപ്പോ രാഹുൽ ഈശ്വർ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി വാദങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയാതെയാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ആ വാദത്തിന്റെ എൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇര രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളതാണ്. താങ്കൾ ആ വാദത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? എന്ത് തോന്നുന്നു അത് കേൾക്കുമ്പോൾ? അത് ഇതൊരു പെൺകുട്ടിയുടെ വിഷയമല്ലല്ലോ. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും 24 ചാനലും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന്. അപ്പോൾ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും? എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇന്ന് തന്നെ സജ്ന എന്ന് പറയുന്ന ലേഡി വന്ന് പറയുന്നു അവർക്കറിയാം പലരുടെ കാര്യം. ഇന്നലെ നിഷാദ് റാവുത്തർ മീഡിയ 1 ചാനലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യമൊന്നും. അപ്പോൾ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത്? എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത്? കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണ്ട. എത്ര നാളിങ്ങനെ ന്യായീകരിക്കുന്നു കാണണം. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും. ഞാൻ പറയാണ് അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അപ്പൊ ഒരാൾക്ക് പ്രണയം തോന്നും. അതിൽ ലക്ഷ്യം എന്താണ്? അവർക്ക് അറിയുന്ന ഒരു കാര്യം അവർ പറഞ്ഞതല്ലേ, എപ്സ്റ്റീൻ ഫയലൊക്കെ പോലെ. എങ്ങനെ അറിയാം? എങ്ങനെ റിനിക്കറിയാം ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു? അഭിലാഷ് അങ്ങനെ വാർത്ത ഉണ്ടോ? വേറൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് അഭിലാഷ് കണ്ടോ? മാധ്യമ പ്രവർത്തകയായി 5-6 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അഭിലാഷെ, വേറെ ഒരാൾക്ക് കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് എന്നോട് പല പെൺകുട്ടികൾ പറഞ്ഞതാണ്. താങ്കൾ എന്റെ അടുത്ത് ആക്രോശിക്കേണ്ട കാര്യമില്ല. ചില പെൺകുട്ടികൾക്ക് അറിഞ്ഞ വിവരമാണ്. എനിക്ക് പേഴ്സണലി അല്ല ഞാൻ പറയുന്ന അറിഞ്ഞ വിവരമാണ്. പല ചാറ്റുകളും ഉണ്ട്. അവര് പരാതി കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. അവർക്ക് അറിയുന്ന കാര്യമല്ലേ അവർ പറയുന്നത്. അഭിലാഷെ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ്. അവർക്ക് അറിയുന്ന കാര്യമല്ലേ രാഹുൽ ഈശ്വർ അവർ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചോ എന്ന് അഭിലാഷ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഞാൻ എങ്ങനെ അറിയും? അത് റിനി ജോർജ് പറഞ്ഞതാണ്. എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, 5-6 വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ബന്ധങ്ങളുള്ള ആളാണ്. വാർത്ത കണ്ടല്ലോ ആളുകൾ അഭിപ്രായം പറയേണ്ടത്. വാർത്തയല്ല, നേരിട്ടുള്ള വിവരമായിരിക്കും, നേരിട്ടുള്ള അറിവായിരിക്കും റിനി പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറല്ല. പെൺകുട്ടിയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നു. ആ പെൺകുട്ടി ഭയന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി നമ്മളോട് കൃത്യമായി പറഞ്ഞതാണ്. റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈവ് ടിവിയിൽ പൊളിഞ്ഞു വീണു. വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അഭിലാഷ് ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയാത്ത വാർത്ത വന്നു എന്നല്ലേ പറഞ്ഞത്? റിനി പറഞ്ഞത് വാർത്ത വന്നു എന്നല്ലേ? അഭിലാഷ് വാർത്ത ഫോളോ ചെയ്യൂലേ? മാതൃഭൂമി വാർത്ത ഫോളോ ചെയ്യൂലേ? റിനി പറഞ്ഞത് റിനിക്ക് അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഈശ്വറിലും റിപ്പോർട്ടറിലും വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടി ഉണ്ട്. ലൈംഗിക ബന്ധം പെൺകുട്ടി വേറെ. പിന്നെ ഇത്തരത്തിൽ മെസ്സേജുകളുടെ പെൺകുട്ടികൾ വേറെ ഉണ്ട് എന്നുള്ള വിവരം അതുകൊണ്ട് ഒരു കേസ് മാത്രമാണ് ഇത് സ്ഥാപിച്ചത്. മറ്റൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നൊരു വാർത്ത ഈ നിമിഷം വരെ മറ്റൊരു ചാനൽ പറയാൻ സമ്മതിക്കില്ല. പരസ്യമായി റിനിയോട് മാപ്പ് പറയാം.
ഏത് ചാനലിലാണ് വന്നത്, ഏത് വാർത്തയാണ് ചാനലിൽ വാർത്ത വന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. റിനി പറഞ്ഞത് റിനിയുടെ ബോധ്യമായിരിക്കുമെന്നാണ് ഞാൻ രക്ഷിച്ചു. പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. പറഞ്ഞത് വേറെ ലൈംഗിക ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചാനലിൽ വന്നത്. ഇങ്ങനെ ഉള്ള മെസ്സേജുകൾ പലർക്കും അയച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് വിവരമുണ്ട്. അവർ പുറത്തു വന്ന് പറയാൻ തയ്യാറല്ലാതെ ഞാൻ പറഞ്ഞോളൂ. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ബഹുമാന പുരസ്സരം ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. റിനി ഞാൻ പരാതിക്കാരാണ്. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. റിനി വേറെ ഒരു പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച വാർത്ത ഏതെങ്കിലും ചാനലിൽ വന്നിട്ടുണ്ടോ? റിനി എവിടെ? ശരി, റിനി എന്തൊക്കെയാണ് റിനി പറഞ്ഞത്? റിനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റിനിയുടെ ബോധ്യമായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് അഭിലാഷ് സർ, പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തു, ഞാൻ സംസാരിക്കാം. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ താല്പര്യം. രാഹുലും ഇണ്ടായിരിക്കണം. റിനി പറയട്ടെ. റിനി പറയൂ. റിനിയാണ് പറയുന്നത്. റിനി പറയുന്നതേ കേൾക്കൂ ആളുകൾ. ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളായിട്ട് അല്ല വേറെയും സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി 24 ചാനലിലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പെൺകുട്ടികൾക്കാണ് പെൺകുട്ടികളോടാണ് ഇയാൾക്ക് പ്രണയം തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് കുഞ്ഞ് വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റത് ഞാൻ പറഞ്ഞത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്ന് നമുക്ക് ചാനലിലൂടെ അറിയാം. അപ്പൊ എത്ര പേരോട് പ്രണയം തോന്നി എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, വളരെ വ്യക്തമാണ്. ഇനി അതിൽ തർക്കമില്ല. വളരെ വ്യക്തമായി റിനി പറഞ്ഞത് റിനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇനി അതിൽ വെറുതെ തർക്കിക്കണ്ട. ശ്രീ ജോർജ് പൊടിപ്പാറ ഒന്നുമില്ല. അവർ കേട്ട അവർക്ക് അറിയാവുന്ന കാര്യം അവർ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഉണ്ടത്രേ. എന്ത് എളുപ്പമാണ് അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് ഉണ്ടത്രേ. എന്ത് എളുപ്പമുള്ള പരിപാടിയാണ്. ഇതാണ് ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത്. ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞത് അവർക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൾ അവരോട് പറഞ്ഞു എന്നല്ലേ. തരത്തിലുള്ള മെസ്സേജ് അല്ല, ഒറ്റ വരി മാത്രം ഓരോ മലയാളിയും കേൾക്കണം. അങ്ങനെ തരത്തിലുള്ള മെസ്സേജ്, അതായത് കുട്ടി മെസ്സേജ് അങ്ങനെ പറയുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്നറിയാമോ? അങ്ങനെ പറയുമ്പോ റിനിക്കെതിരെ പരാതി കൊടുക്കാൻ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് 24 റിപ്പോർട്ടറിലെ വോയിസിൽ വന്നൊരു കുട്ടിയുടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. വെറുതെ തർക്കിച്ച് വായിലെ വെള്ളം വച്ചിക്കണ്ട. കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ.